ഈ അവസരത്തിൽ എൻ്റെ മുന്നിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിൽ ആ ഒരു ഡൈവോഴ്സിൻ്റെ വക്കിലിക്കൊക്കെ എന്തോ പറയാനുള്ളത്? എൻ്റെ ബ്ലഡിലൊരു കുഞ്ഞുള്ള ആ കുഞ്ഞിൻ്റെ ഉമ്മയല്ലേ, അത് നമ്മൾ എത്ര ഡിവോഴ്സ് ആയാലും ആ ഒരു ബഹുമാനം കൊടുക്കണോ? ഇപ്പോൾ 2 ദിവസത്തിന് മുന്നേ തന്നെ ഞങ്ങൾ വീഡിയോ കോള്, മ്യൂച്വലായിട്ട് വീഡിയോ കോൾ മോനുമായിട്ട് സംസാരിച്ചു. ഫിറോസിനിൽ പുതിയൊരു കല്യാണ ജീവിതം ഞങ്ങൾ പ്രതീക്ഷിക്കാവും. ശരിക്കും ഫിറോസിന് നല്ലൊരു ഭാര്യയായിരുന്നു സജിന. 100% പെർഫെക്റ്റാണ്, ഞങ്ങൾ പിരിയില്ലല്ലോ. ഇക്ക കൂടുള്ളപ്പം ഒരുത്തൻ കണ്ണുകൊണ്ട് പോലും നേരെ നോക്കത്തില്ല അല്ലേ? ഒരാൾ ഡിവോഴ്സ് ആവുമെന്ന് പറഞ്ഞാൽ അവർ വേറൊരു കണ്ണിലാണ്. എല്ലാ ആണുങ്ങളെയും ഞാൻ പറയുന്നില്ല, ചില ആണുങ്ങൾ അങ്ങനെ കാണുന്നവരുണ്ട്. ഒരു തരം നരമ്പ് രോഗമാണത്. പെണ്ണ് ഡിവോഴ്സ് ആകുമ്പോൾ ആണുങ്ങൾ ചിന്തിക്കുന്ന ചിന്ത ഇതാണ്, അവളെ കയ്യിലെ കുഴപ്പമാണ് പൂർണ്ണമായിട്ട്, അല്ലെങ്കിൽ അവളൊരു വൃത്തികെട്ട ഗേളായതുകൊണ്ടാകാം. എപ്പോഴെങ്കിലും എടുത്ത തീരുമാനം തെറ്റായി പോയെന്ന് തോന്നിയിട്ടുണ്ടോ? നമ്മൾ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയപ്പം തന്നെ നമ്മൾ കണ്ടത് നിങ്ങളുടെ വലിയ സ്വപ്നമാണ് വീട്. ഒരു പക്ഷേ ഇത്ര നാളത്തെ അധ്വാനത്തിൻ്റെ തുക തന്നെ ഉണ്ട്. അതാണ് അത് വീട്. അത് വിൽക്കുമ്പോൾ എന്തായാലും കൂടുതൽ ഭാഗം ഞാൻ അദ്ദേഹത്തിനെ കൊടുക്കുള്ളൂ. ശരിക്കും സജിന ഇൻ്റർവ്യൂ തന്നതിന് ശേഷമാണോ ഇക്കയുടെ ഫാമിലിയാണ് ലോകം അറിയാൻ തുടങ്ങിയത്? ഇതെല്ലാം ഉണ്ടാക്കിയത് നീ ഒരുത്തനാണ്. നമുക്കറിയാം ഒരു വേദിയിൽ വരുമ്പോൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്, പക്ഷെ നീ അത് പലപ്പോഴും ലംഘിക്കുന്നുണ്ട്. ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസിൽ ചൊറിയനായിരുന്നു, അതെല്ലാം മലയാളികൾക്കും അറിയാം. അല്ല, ഇപ്പോഴും എനിക്ക് മനസ്സിലാകാത്തതേ ഇത്രയും ഇതൊന്നല്ല, ഒന്നും മനസ്സിലാകത്തില്ല, ഒരു വകയും മനസ്സിലാകത്തില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുക. അല്ല, അങ്ങനെ മനസ്സിലാകത്തില്ലെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കത്തില്ല. ഇന്ന് എൻ്റെ മുന്നിൽ ഇരിക്കുന്ന ഫിറോസ് നാളെ പുറത്തിറങ്ങുമ്പോൾ ഷോ കളിക്കാൻ ഇറങ്ങുന്നവനാന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ പണ്ടേ ഷോ കളിക്കാനാ, ഞാൻ എൻ്റെ ജീവിതം തന്നെ ഷോ കളിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അതിന്റെ ജോലിയാണ്. നിന്റെ ജോലി ഒരാളെ തെറി വിളിക്കുന്നത് നിന്റെ ജോലി. ഞാൻ തെറി വിളിച്ചിട്ടില്ല. ഒരിക്കലും നീ അങ്ങനെ ഒരു ചാനൽ റേറ്റിംഗ് ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല. പറഞ്ഞ മനസ്സിലായി? നീ ഇപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചായിരിക്കട്ടെ, ഇനി മേലെ ഒരുത്തിൻ്റെ അടുത്ത് ചോദിക്കരുത്. എൻ്റെ വേറെ സ്വഭാവം നീ കാണാൻ. അങ്ങനെയുള്ളവർ എൻ്റെ മുന്നിൽ വന്നിരുന്നാൽ മതിയെന്നേ, എനിക്ക് നിർബന്ധമില്ല. ഓപ്പണായിട്ട് പറയട്ടെ, ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി ഇപ്പം ദേഷ്യപ്പെട്ട് ഇറങ്ങി പോകുന്നു. അങ്ങനെയാണ് എനിക്ക് മുന്നോട്ട് തുടരാനും താല്പര്യമില്ല. വെരി ഗുഡ്, എനിക്ക് ഒട്ടും താല്പര്യമില്ല. തിരിച്ചുത്തരം പറയാൻ അറിയാത്തോണ്ടല്ല. അല്ല, എന്റെ മുന്നിൽ നിന്റെ മുന്നിൽ എന്തിനാ ഉത്തരം പറയുന്ന? എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. വെറൈറ്റി മേഡ് ന്യൂ ചാറ്റ് ഷോയിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്നിനോടൊപ്പം ഉള്ളത് ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് ആയിരുന്നു, ഒരു ആക്ടറാണ്. ഏതൊരു മലയാളിയും ഇന്ന് ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട്, നമ്മളൊരു പ്രശ്നം വരുമ്പോൾ ഒരാളുടെ ഭാഗം മാത്രം കേൾക്കല്ലേ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഭാഗം കൂടി കേൾക്കണം. ഇന്ന് ഏതൊരു മലയാളി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയോടൊപ്പമാണ് ഞാൻ ഉള്ളത്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഫിറോസിക്ക നമസ്കാരം. നമസ്കാരമുണ്ട്. ആ ലുക്കിലും കണ്ടതിൽ ഒരുപാട് സന്തോഷം. ശരിക്കും ഞാൻ ആദ്യം ഒരു ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഈ ഒരു ഇരിപ്പ് ഏതൊരു വ്യക്തികളും പ്രതീക്ഷയല്ലേ? അതെ, തീർച്ചയായും. അത് മാത്രമല്ല, നിനക്കിട്ട് 2 അടി കൂടെ തരണമെന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമൊക്കെയാണ്. അതിന് കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ വന്നത്. ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് നമുക്ക് അതിലോട്ട് പോകാം അല്ലേ? അതെ, അതിലോട്ട് പോകാം. ഫിറോസിക്ക, ഇപ്പം എങ്ങനെ പോകുന്നു ജീവിതം? എപ്പോഴും ഈ പറഞ്ഞ വേരിയേഷൻസ് ഉള്ളൊരു സാധനമാണ് ജീവിതം എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ജീവിച്ച് തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം. അപ്പോൾ ആ ആസ്പെക്റ്റിലെടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളില്ല. ഓരോ ദിവസം കാണുമ്പോൾ ഓരോ സ്റ്റൈലാണ് കേട്ടോ. എന്നെ അത് ഡ്രസ്സിങ്ങിലാട്ടെ, ഹെയറിലാട്ടെ, ഫേസിലാട്ടെ, പണ്ട് മുതൽ ഇത് കീപ്പ് ചെയ്യുന്നൊരു വ്യക്തിയല്ലേ? എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. കുട്ടിക്കാലം മുതലേ കുട്ടിയായിരിക്കുമ്പോൾ വീട്ടുകാർ, എൻ്റെ ഫാദർ ആക്ച്വലി ഹിന്ദി സിനിമകളുടെയൊക്കെ ഒരു ഫാനായിരുന്നു. അന്ന് എൻ്റെ പേര് പോലും അന്നത്തെ ഫിറോസ് ഖാൻ എന്ന് പറഞ്ഞിട്ടൊരു ഹിന്ദി നടൻ എൻ്റെ വാപ്പിച്ചാക്ക് ഇഷ്ടപ്പെട്ടത്. ആ പേരാണ് എനിക്ക് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അന്നേ ഈ സ്റ്റൈലായിട്ട് നടത്തുക, അന്ന് ഈ ബ്രൂസ്ലി കട്ടിങ് എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ ഞാൻ ഈ സ്റ്റൈലിൽ നടക്കുന്നതാണ് ഇഷ്ടം. ഇപ്പോൾ ഞാൻ ഒന്ന് മുടിയൊക്കെ വെട്ടി സാധാരണ രീതി നടന്നാൽ എൻ്റെ ഫാദർ പറയും, എന്തുവാ സ്റ്റൈലായിട്ടൊക്കെ നടക്കണ്ടേ എന്ന് പറഞ്ഞ്. അപ്പോൾ അന്നേ അത് കൂടെ ബ്ലഡിൽ അങ്ങ് അലിഞ്ഞു ചേർന്നതാണ്. കുറച്ച് സ്റ്റൈലായി നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. കുറേയൊക്കെ അങ്ങനെയാണ്. അതോടൊപ്പം നമ്മൾ കണ്ടൊരു ഫിറോസ് ഉണ്ട്, അതായത് കോമഡിക്ക് കോമഡി കൊടുക്കും, തിരിച്ചടിച്ചു കൊടുക്കണമെങ്കിൽ തിരിച്ചടിച്ചു കൊടുക്കും, എല്ലാത്തിനും ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നൊരു വ്യക്തിയാണ്. നമ്മുടെ ഇന്നത്തെ കൂടിക്കാഴ്ച എന്ന് പറയുന്നത് സജിനെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തൊരു വ്യക്തി, അവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത്. ഓക്കെ, അവിടെ നിന്നാണ് എല്ലാം. നീയാണ് ആ മൂട്ടിൽ തീയിട്ട് കൊടുത്തത്. ആ സ്പാർക്കാണ് ഇന്ന് എനിക്ക് നിൽക്കാൻ സമയമില്ല, എല്ലാ ചാനലും വിളിച്ചോണ്ടിരിക്കുക. അല്ല, അവിടെയൊക്കെ ഞാൻ മനസ്സിലാക്കുന്നതേ, ശരിക്കും ബിഗ് ബോസിലാണെങ്കിലും അല്ലെ മറ്റുള്ളവരോട് ഇക്കയെ പറ്റി തിരക്കിയപ്പോഴും ഇക്കയുടെ ഒരു ക്വാളിറ്റി നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ഞാൻ സജിനെ ഇൻ്റർവ്യൂ ചെയ്തൊരു വ്യക്തിയാണ്, അത് മറ്റാരും കണ്ടില്ല, ഇക്ക കണ്ടിട്ടുണ്ടാവും. അതെ, തീർച്ചയായും. അതെ, അല്ല ഞാൻ മാത്രമല്ല, എല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ സജിനെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞങ്ങളിപ്പോഴും കോണ്ടാക്ട് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളില്ല, ഞങ്ങൾ വിളിക്കാറുണ്ട്. ഇക്കയുള്ളപ്പോൾ എനിക്കൊരു തണലായിരുന്നു, താങ്ങായിരുന്നു, എല്ലാം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ വെച്ച് തന്നെ ഇക്കയെപ്പറ്റി മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഈ അവസരത്തിൽ എൻ്റെ മുന്നിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിൽ ആ ഒരു ഡൈവോഴ്സിൻ്റെ വക്കിൽ ഇക്കയ്ക്ക് എന്തോ പറയാനുള്ളത്?
തീർച്ചയായും ഇപ്പം അതിനുശേഷം എൻ്റെ ഇൻ്റർവ്യൂസ് പല ചാനലിലും വന്ന് അതെ ഒരിക്കലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയില്ല. ഒന്നാമത്തെ കാര്യം, അത്ര വലിയ കുറ്റങ്ങളല്ല ഞങ്ങളുടെ ലൈഫിൽ നടന്നത്. അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഒരു വലിയ കോംപ്ലിക്കേഷൻ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ അത് ബുദ്ധിപൂർവ്വം എടുത്ത ഒരു തീരുമാനമാണ്. എന്തായാലും ഒന്നിച്ച് വളരെ സ്നേഹമായി പോകുമ്പോൾ എന്തായാലും ഡിവോഴ്സ് ആവില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ തികച്ചും പേഴ്സണലായിട്ട് ഉണ്ടാകുമ്പോഴാണല്ലോ അത്. അപ്പോൾ ആ പ്രശ്നങ്ങൾ വലിയ രീതിയിലേക്ക് പോകുന്നതിന് മുന്നേ ആ സ്നേഹം എന്നും നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെടുത്തൊരു നല്ല തീരുമാനമായിട്ടാണ്, മ്യൂച്വലി എടുത്ത തീരുമാനമാണ്, രണ്ടുപേരും കൂടെ എടുത്ത തീരുമാനമാണ്. സോ ഞങ്ങൾ രണ്ടും പരസ്പരം റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. എന്തെന്ന് പറഞ്ഞാൽ ഇനി എത്ര നമ്മൾ ഡിവോഴ്സ് ആയാലും നമ്മുടെ കൂടെ ഉണ്ടായതെന്നുള്ളതിലുപരി എൻ്റെ ബ്ലഡിലൊരു കുഞ്ഞുള്ള ആ കുഞ്ഞിൻ്റെ ഉമ്മയല്ലേ. തീർച്ചയായിട്ടും. അപ്പോൾ അതൊരു ചെറിയ കാര്യമല്ലല്ലോ. അത് നമ്മൾ എത്ര ഡിവോഴ്സ് ആയാലും ആ ഒരു ബഹുമാനം കൊടുക്കണമല്ലോ. ഈ കുട്ടികൾ ഈ കാര്യം അറിഞ്ഞോ? ഇല്ല, അവർക്ക് ഒറ്റയടി അവർ തീരെ കുട്ടികളല്ലേ. അപ്പോൾ അവർ ഗ്രാജ്വലി അത് അറിയത്തതേ ഉള്ളൂ. ഇപ്പോൾ പെട്ടെന്ന് അറിയില്ല. അവർക്ക് അറിഞ്ഞാൽ തന്നെ അവർക്ക് എന്തുവാന്ന് മനസ്സിലാക്കാനുള്ളതായിട്ടില്ല. അവരിപ്പം സജിന അടുത്ത് വിളിച്ചാലും പപ്പ അവിടെ, പപ്പ കൂടെ ഉണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. സജിന് നമ്മുടെ ഇന്റർവ്യൂ പറയുന്നുണ്ട്, ഫിറോസിക്ക ട്രിവാൻഡ്രത്ത് വന്ന സമയത്ത് കുട്ടി സജിനെ വിളിച്ചിട്ട് ചോദിക്കുക ബാപ്പയോട് ആണോ ഓൺലൈൻ ചോദിക്കുന്നത്. അതെ അതെ, കാരണം അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ ഇപ്പോൾ 2 ദിവസത്തിന് മുന്നേ തന്നെ ഞങ്ങൾ വീഡിയോ കോള്, മ്യൂച്വലായിട്ട് വീഡിയോ കോൾ വന്ന് 2 ദിവസം തന്നെയാണോ പറഞ്ഞാൽ വീഡിയോ കോൾ വന്ന് മോനുമായിട്ട് സംസാരിച്ചു. ഇങ്ങനെയൊക്കെ, കാരണം അവർക്ക് തീർച്ചയായിട്ടും നമ്മൾ അത്രമേൽ ഒരു മിസ്സിങ് കൊടുക്കാതെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ പഴയതുപോലെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അവരുടെ കൂടെ ഉണ്ടാവുന്നില്ല എന്നുള്ളൊരു സംഭവമേ ഉള്ളൂ. അത്ര അറ്റാച്ച്മെൻറ്റോടെ കൂടെ ഉണ്ടാവില്ല. പക്ഷേ എന്നാലും അവർ പിന്നെ ഈ പറഞ്ഞ പഠിക്കുന്നതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. ഒരു ഇൻ്റർവ്യൂ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, സ്ത്രീകൾ മാത്രമല്ല കരയുന്നേ, പുരുഷന്മാരും കരയും. ഇന്ന് ഈ ചിരിച്ച് കമ്മലിട്ട് ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഫിറോസ് കരഞ്ഞ രാത്രികളില്ലേ? ഫിറോസ് എന്നുള്ള ചിരിച്ച് കമ്മലിട്ടെന്ന് പറഞ്ഞാൽ കമ്മൽ ഞാൻ പണ്ട് ഇട്ട് എൻ്റെ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഇട്ടത് കേട്ടോ. പിന്നെ ചിരി ജന്മനുണ്ട്. നമ്മൾ ചിരികൾ പോലെ തന്നെ എല്ലാവർക്കും കരച്ചിലെന്നൊരു ഫാക്റ്റ് ഉള്ളതാണ്. അതിൽ ഞാൻ മനസ്സിലാക്കിയെടുത്ത എല്ലാ മനുഷ്യർക്കും കരച്ചിലിൻ്റെ അളവാണ് കൂടുതൽ. ഫിറോസ് എന്ന വ്യക്തി സങ്കടം ഉള്ളിൽ ഒതുക്കുന്ന വ്യക്തിയാണോ, അതോ കരയാൻ വന്നാൽ കരയോ? ഞാൻ അതിലേക്കാണ് വരുന്നത്. എന്നെ പറയുമ്പോൾ എല്ലാ വ്യക്തികളുടെ കൂടെ ചേർത്തുണ്ട്. ഞാൻ കുറേ പേരുടെ ജീവിതം കണ്ടേ നമ്മൾ അടുത്തറിയുന്ന ഒരുപാട് പേരുടെ കാര്യങ്ങൾ അങ്ങോട്ടോട്ട് ഷെയർ ചെയ്യുന്നതും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് തന്നെ എനിക്ക് പറയാം. അപ്പോൾ എല്ലാ മനുഷ്യർക്കും ചിരിയേക്കാളേറെ ദുഃഖങ്ങളാണുള്ളത്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ചിരിയായിരിക്കും പലരുടെയും കാണുന്നത്. അത് ക്വാളിറ്റി തന്നെയാണ്. ഒരാൾ അവരുടെ ദുഃഖങ്ങളെ മറച്ചു വെച്ചിട്ട് എല്ലായിടത്തും ഷെയർ ചെയ്യേണ്ട ഒരു കാര്യമല്ല. മറ്റുള്ളവരെ എന്തിനാണ് നമ്മൾ ഡാർക്ക് അടിപ്പിക്കുന്നത്? നമ്മൾ സന്തോഷത്തോടെ അവരോട് ചിരിച്ച് കാണിക്കുമ്പോഴാണ് അവർക്കും ഒരു എനർജി. അവർക്കിപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന അജിനുൾപ്പെടെ ദുഃഖിതരാണ്. ഇരിക്കുന്നവരെല്ലാം ഓരോ കാര്യങ്ങളിലും ദുഃഖമുള്ളവരാണ്. അതിനെ ഓവർകം ചെയ്താൽ ചിരിച്ച് കാണിക്കുന്ന ഫേസ് ഉണ്ടെങ്കിൽ അതിലെ ഏറ്റവും നല്ലത്. അതിനല്ലേ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് സജിന പറഞ്ഞ വാക്കുകളിലേക്കൊന്ന് പോയല്ലേ? അപ്പം സജിന പറയുന്നതിന് മുമ്പ് പറഞ്ഞൊരു കാര്യം, ഫിറോസിനെ ഓർത്ത് പൊട്ടിക്കരഞ്ഞ് സജിന. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ലൈഫിൽ അങ്ങനെ ഒരു സാധനം ഉണ്ടായിട്ടില്ല. സോറി. നിലവിലെ ഫിറോസ് കൂടെ ഉള്ളപ്പം ഇതൊന്നും അറിയാതെ പോയില്ലേ? അങ്ങനെ കുറെ ബുദ്ധിമുട്ട് ഇനി ഉണ്ടാവാം. ഇനി എനിക്ക് തോന്നുന്നു ഇത് ആൾക്കാർ അറിയുന്നത് ഇപ്പം. എനിക്ക് തോന്നുന്നതേ, ഇപ്പം ഞാനും സജിനയും നല്ല ഫ്രണ്ട്സാണ്. ആള് ഭയങ്കര ഓപ്പണാണ്. പക്ഷെ ആ ഓപ്പൺ യൂസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ സ്വഭാവത്തിൽ കുറച്ച് എനിക്ക് പേടിയുള്ളൊരു ക്യാരക്ടർ ഇതാണ്. കാരണം സോറി, ഇതിലുണ്ടാവുന്ന പ്രോബ്ലങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയാൻ പറ്റില്ല. കരയാതെ ഒന്നുമില്ല, മനസ്സിലാക്കുന്ന ഇത്ര മലയാളികളുണ്ട്. സോറി, ശ്രദ്ധിച്ച് കേട്ടു. അപ്പോൾ സജിന പറഞ്ഞിട്ടില്ല അവിടെ എന്നെ ഇക്ക മോശപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടില്ല. അതെ അതെ, ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനത്തെ സംഭവം ഇല്ല എന്നുള്ളത് ഞാൻ വീണ്ടും പറയുകയാണ്. അങ്ങോട്ടോട്ട് അങ്ങനെ ഒരു കരിവാരി അയക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊന്നും ഞങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടില്ല ഒരിക്കലും. പിന്നെ സജിന തീർച്ചയായും ദുഃഖങ്ങളുണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും ഫീൽ ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ എന്തായാലും ഉണ്ടാവും. കാരണം ഈ പറഞ്ഞ കണക്ക് അവൾ പറഞ്ഞതുപോലെ തന്നെ ഇത്രയും നാൾ ജീവിച്ചപ്പോൾ ആൾക്ക് അങ്ങനെ ഇപ്പം ഒരു മിസ്ബിഹേവിങ്ങോ അല്ലെങ്കിൽ വേറെ ആളിൽ നിന്നൊന്നും ഉണ്ടാവില്ല. കാരണം അവൾക്കൊന്നും അറിയാൻ വേണ്ടായിരുന്നു. കാരണം താങ്ങായിട്ട് പ്രൊട്ടക്റ്റഡായിട്ട് ഞാനുണ്ടല്ലോ. അപ്പം ഞാൻ ഇല്ലാതാവുമ്പോഴാണല്ലോ
ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങൾ വരുന്നത്. അതിനെ ഫേസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എന്തായാലും ദുഃഖങ്ങളുണ്ടാകും. കാരണം ഇനി അങ്ങോട്ടുള്ള യാത്രകളും എനിക്കറിയാം അത്രമേൽ കഠിനമായിരിക്കും എന്നുള്ളത്. ആള് ഈ പക്വത ഉണ്ട് എന്നെങ്കിലും നല്ല തൻ്റെടിയാണെങ്കിലും എവിടേക്കോ കുട്ടിത്തങ്ങൾ ഉള്ളൊരു വ്യക്തിയാണ്, വളരെ കുട്ടിത്തങ്ങളുള്ള വ്യക്തിയാണ്. അവളൊരു കരച്ചിൽ വന്നാൽ പെട്ടെന്ന് കരയും, ഇമോഷണൽ പെട്ടെന്നാവും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അവളുടെ എന്തൊക്കെയാണ് അവളുടെ കുറവുകളെന്ന് വ്യക്തമായിട്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് വ്യക്തമായിട്ടറിയാം. അപ്പോൾ ആ കുറവുകളെ കൂടി നികത്തി ഞാൻ കൂടെ നിന്നെയാണ്. മനസ്സിലായി? സജിന തന്നെ പറയുന്നുണ്ട്, ഇക്ക കൂടുള്ളപ്പോൾ എനിക്കൊന്നും അറിയണ്ടായിരുന്നു, എൻ്റെ പൊട്ടത്തരം വരെ പൊട്ടത്തരമായിട്ട് പോകുന്നുണ്ട്, പക്ഷേ ഇക്ക എന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു. തീർച്ചയായും ശരിക്കും ആ ടൈമിലൊക്കെ ഒരു കുറവും ഇക്ക വരുത്തിയിട്ടില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. അതല്ലേ അദ്ദേഹം അത് പറയുന്നത് തന്നെ. അങ്ങനെ ഒരു കാരണം അവളുടെ കുറവ് കൂടി ഞാൻ ഏറ്റെടുത്ത് അതിനെ പരിഹരിച്ചുകൊണ്ടാണ് ഒരു ഇൻ്റർവ്യൂവിൽ വന്നാൽ പോലും അവൾ എന്തെങ്കിലും ആൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിൻ്റെ അർത്ഥമായിരിക്കും പുറത്തു വരുന്നത്. പക്ഷേ എനിക്കറിയാം അവൾ എന്താണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെ ഞാൻ ബാക്കി ഫില്ല് ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ളൊരു സംഭവമായിരുന്നു. അതുപോലെ തന്നെ സജിന പറയുന്നുണ്ട്, ഞങ്ങളുടെ കുട്ടികളെ കാണാൻ ഫിറോസിക്ക വരാറുണ്ടെന്ന്. ആ ക്ലിപ്പിംഗ് കൂടെ നമുക്കൊന്ന് കണ്ടാലോ. മക്കള് സജിനയുടെ വീട്ടിലല്ലേ? എൻ്റെ വീട്ടിൽ ഇക്ക വരും, വന്ന് കുഞ്ഞുങ്ങളെ കണ്ടിട്ട് പോകും. അവരെ കൊണ്ട് കറങ്ങാനുള്ള രീതിയിൽ ഇപ്പം പുള്ളിക്കാരൻ എനിക്കൊന്ന് വർക്കിൻ്റെ ആവശ്യങ്ങളാക്കിയിട്ട് ഓടി നടക്കുകയാണ്. കുറച്ച് ഉത്തരവാദിത്തം കൂടിയിട്ടുണ്ട് ഇപ്പോൾ, പഴയതിലും നല്ല രീതി. അത് നല്ല കാര്യം, നല്ല നിലയിൽ എത്തട്ടെ. ഇപ്പം ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി, അതായത് സജിനയുടെ പാർട്ട്ണറായിരുന്ന ആള്, സജിനയുടെ ലൈഫിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോഴും കൂടെ ഉള്ളപ്പോഴും വന്ന വ്യത്യാസങ്ങളൊക്കെ എന്തോ സജിനയ്ക്ക്? എനിക്കാണോ ഫിറോസിനാണോ? സജിനയ്ക്ക്. എനിക്ക് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും അല്ല. കൂടുള്ള സമയത്ത് ഇപ്പം പറഞ്ഞല്ലോ, എനിക്ക് ഒരു പേടിയില്ല ആളുകളിൽ നിന്ന്. അല്ല, കുറേയൊക്കെ ഞാൻ എല്ലാവർക്കും അറിയാവുന്നവർക്കൊക്കെ അറിയാം, ഞാൻ ഫിറോസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു കുട്ടിയായിരുന്നു. എവിടെ പോയാലും ഫിറോസ്ക. അതിൽ നിന്ന് ഞാൻ ലോകത്തോട്ട് ഇറങ്ങി ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ തുടങ്ങി. കുഞ്ഞുങ്ങളിപ്പോൾ സജിനയുടെ കൂടാണ്. സജിനയുടെ ഉമ്മയാണ് നോക്കുന്നത്. സജിനയുടെ ഉമ്മ അവിടെ ഉണ്ട്. ആൾ വളരെ ഈ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ തന്നെയാണ് സജിനയുടെ ഉമ്മ കുഞ്ഞുങ്ങളെ കെയർ ചെയ്യുന്നതും ഒക്കെയും. ഞങ്ങൾ നേരത്തെ ഷൂട്ടിന് പോകുന്ന സമയത്ത് സജിനയുടെ ഉമ്മയുടെ കയ്യിലായിരുന്നു കുഞ്ഞുങ്ങൾ. ഞങ്ങൾ രണ്ടുപേരും വർക്കിന് പോകുമായിരുന്നല്ലോ. കാരണം അതുകൊണ്ട് തന്നെ സജിനയുടെ ഉമ്മയുമായിട്ട് നല്ലൊരു അറ്റാച്ച്ഡാണ്. മനസ്സിലായി? അത് അവർക്ക് ശീലമായതുകൊണ്ട് ആ ഒരു സ്റ്റേജിൽ നമുക്ക് വലിയൊരു ടെൻഷനില്ല. ഇപ്പം ഞാൻ സജിനയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഫിറോസ് പോയപ്പോൾ സജിനയ്ക്ക് വന്ന മാറ്റം, അല്ലെങ്കിൽ ഫിറോസ് ഉള്ളപ്പം വന്ന മാറ്റം, അത് ഞാൻ ഇക്കയോട് ചോദിക്കുവാണെങ്കിൽ സജിന പോയ സമയത്ത് ഇക്കയ്ക്ക് വന്ന മാറ്റം, അല്ലെ കൂടുള്ളപ്പം വന്ന മാറ്റം എന്ന് പറയാമോ? നമുക്ക് ഈ പറഞ്ഞ കണക്ക് ഓരോ ദിവസവും എല്ലാ മനുഷ്യർക്കും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം സജിന പോയത് കൊണ്ട് പ്രത്യേക മാറ്റം എന്ന് പറയാൻ എന്താണ്, ഇപ്പോൾ ഈ കുറച്ച് ഇൻ്റർവ്യൂകൾ ഇപ്പം സജിന പോയതിൻ്റെ പേരിൽ വരുന്നുണ്ട്. ഇവിടെ പോലും ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് ആ ഒരു സജിന പോയതിൻ്റെ ഒരു ഇത് പ്രമാണിച്ചാണ്. അപ്പോൾ ആ ഒരു കുറച്ച് തിരക്കുകളുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ എന്താണ്, എന്തായാലും നമ്മുടെ കൂടെ ഉള്ള ഒരു പാർട്ട് നമ്മൾ നിന്ന് പോകുമ്പോൾ എന്തായാലും അതിനൊരു ശൂന്യത അവിടെ ഉണ്ടാകും. ആ ഒരു ശൂന്യത അത് കുറച്ച് നാൾ കഴിയും അത് ഒന്ന് നികത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ശൂന്യത തീർച്ചയായിട്ടും ഉണ്ട്. കാരണം സാധാരണ ഒരു വർക്ക് പോലെയല്ല, എല്ലായിടത്തും നമ്മുടെ കൂടെ, സാധാരണ ഒരു ഭാര്യയെ പോലെ ആയിരുന്നില്ലല്ലോ, എല്ലായിടത്തും നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഈവൻ 24 hours നമ്മൾ ഒന്നിച്ച് ഉള്ള വ്യക്തികളായിരുന്നു. ഫിറോസിനിൽ പുതിയൊരു കല്യാണ ജീവിതം ഞങ്ങൾ പ്രതീക്ഷിക്കാവോ? ഇപ്പോൾ ഉടനെ അല്ല, അതിനെക്കുറിച്ചുള്ള ചിന്തകൾ പോലും എൻ്റെ മനസ്സിലില്ല എന്നുള്ളതാണ്. ഞാനത് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, നമ്മളെക്കുറിച്ചൊന്നും നമുക്കിപ്പോഴേ പ്രെഡിക്റ്റ് ചെയ്ത് വെക്കാനൊന്നും പറ്റില്ല. നാളെ ഞാൻ ഇപ്പോൾ ഒറ്റയ്ക്ക് ജീവിച്ച് ഇതിലൊരു സുഖം കണ്ടെത്തോളം ഒറ്റയ്ക്ക് തന്നെ ജീവിച്ചങ്ങ് പോകും. ഇനി നാളെ ഒറ്റയ്ക്ക് ജീവിച്ച് മടുക്കുന്ന ഒരു സ്റ്റേജ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അന്നേരം അതിനെക്കുറിച്ച് ചിന്തിക്കും. മനസ്സിലായി? ഈ ഡിവോഴ്സൊക്കെ കേട്ട സമയത്തെ ഇപ്പം എനിക്ക് ഇൻ്റർവ്യൂ എടുക്കുന്നത് എനിക്ക് വരെ ഒരു പരിധിക്കുള്ളിൽ തെറികൾ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു കേസ് കേട്ടതിന് ശേഷം ഇക്കയ്ക്ക് വന്ന ഏറ്റവും വലിയ സൈബർ ബുള്ളിങ് എന്തുമായിരുന്നു? നീ കാരണമാണോ അങ്ങനെയൊക്കെ പറയാറുണ്ടോ? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, സൈബർ ബുള്ളിങ്ങിനെ കുറിച്ച് ഞാൻ ബോധേഡല്ല, അത് എന്നിലേക്ക് വരുത്തതുമില്ല. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാൻ കമൻറ്റുകൾ, ഈ സൈബർ ബുള്ളിങ് എന്ന് പറയുന്നത് മെയിനായിട്ട് കമൻറ്റുകൾ വായിച്ചാലല്ലേ വരുള്ളൂ. അല്ലാതെ ഒരാൾ വിളിച്ചിട്ട് അങ്ങനെ ഇതുവരെയും എൻ്റെ അടുത്ത് പറയത്തില്ല. വിളിക്കുന്നവരെല്ലാം നമ്മുടെ അടുത്ത് നമ്മുടെ അനുഭാവികളായിട്ട് നിന്ന്, കാരണം ആർക്കും കാര്യങ്ങൾ മനസ്സിലാവാതാണല്ലോ ഈ
കമന്റ് ഇടുന്നത്. കമൻ്റ് ഇടുന്നത്. സോ ഞാൻ കമൻറ്റുകൾ വായിക്കാറേ ഇല്ലാത്തൊരു വ്യക്തിയാണ്. പിന്നെ കമൻറ്റ് ഇടുന്നവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് ഞാൻ മുന്നേ പല ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത്രമേൽ നികൃഷ്ടമായ കുഷ്ഠരോഗം മനസ്സിനെ ബാധിച്ചവർക്ക് മാത്രമേ വൃത്തികെട്ട കമൻറ്റുകൾ ഇടാൻ പറ്റൂ. പിന്നെ കാര്യങ്ങളൊന്നും അറിയാതെ ഒരാളുടെ പേഴ്സണൽ കാര്യങ്ങൾ നമുക്കൊന്നും അറിയില്ല. അവർ പറയാതെ നമുക്കൊന്നും അവരെക്കുറിച്ചൊന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ പേഴ്സണൽ ഞാൻ എന്തെങ്കിലും ഊഹിച്ച് പറയാം എന്നുള്ളതല്ലാതെ അതായിരിക്കത്തില്ലല്ലോ സത്യം. നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് നിങ്ങളുടെ വായിന്ന് വരാതെ ഒരിക്കലും നമ്മൾ അറിയില്ല. അപ്പോൾ നമ്മുടെ ഈ വീഡിയോസൊക്കെ നിരന്തരം ഇറങ്ങാൻ നേരത്ത് ഇപ്പം ഇക്കയുടെ കട്ടിങ് ആണെങ്കിലും വീഡിയോസ് വരുമ്പോൾ കുറച്ച് കമൻസുകൾ കുറേ ആളുകൾ ഇട്ടിട്ടുണ്ട്. അതിൽ ഒരു കമൻറ്റ് ഞാൻ ഒന്ന് വായിച്ചോട്ടെ. ബിഗ് ബോസിൽ വെച്ചേ മനസ്സിലായതാണ് അവനെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഇതിനെന്തോ കൊടുക്കാനുള്ള മറുപടി? ആര് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുള്ളത്? അതായത് സജിനയുടെ ഇൻ്റർവ്യൂവിൻ്റെ അടി വന്നൊരു കമൻറ്റാണ്, ബിഗ് ബോസിൽ വെച്ച് ഫിറോസിനെ മനസ്സിലായത് ജനങ്ങൾക്ക്, ഫിറോസിനെ സജിനയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടാണ്. ഈ എന്താണ് ഈ കമൻറ്റിൻ്റെ കാരണം? എന്ത് മനസ്സിലാക്കിയിട്ടാണ് ആ കമൻ്റ് അവർ എഴുതിയിരിക്കുന്നത്? ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഒരു കുടുംബജീവിതമല്ല അതിനകത്ത് നടക്കുന്നത്. ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഗെയിം ഷോയാണ്. ഒരു ഗെയിം ഷോയാണത്. ആ ഗെയിം ഷോ എങ്ങനെയാണ്? മറ്റേ സൈലൻ്റായിട്ട് വന്നിട്ട് മറ്റേ പാരായണം മറ്റേ സാധനം മഹാഭാരതമൊക്കെ വായിക്കുന്നൊരു കഥ അവിടെ നല്ലതല്ല. മനസ്സിലായി? അല്ലെ 5 നേരം നമസ്കരിച്ച് അവിടെ ഇതാക്കി നല്ല വർത്തമാനങ്ങൾ പറയുന്നൊരു പ്ലാറ്റ്ഫോം അല്ലത്. ഈ അവിടെ കുറച്ച് സ്പൈസി ആയിരിക്കണം. അതുകൊണ്ടാണ് ബിഗ് ബോസ് ആയിട്ട് വിജയിച്ച് നിൽക്കുന്നത്. ഇത്രയും കോടികൾ അവർ മുടക്കി അവർ പ്രോഗ്രാം ചെയ്യുന്നത്. അതിനകത്ത് കുറച്ച് നല്ല സാധനങ്ങൾ കണ്ടന്റ് വേണം. ആ കണ്ടന്റ് എന്ന് പറയുന്നത് ഉറങ്ങിക്കിടക്കുന്ന കണ്ടന്റ് അല്ല അവർക്ക് വേണ്ടത്. മനസ്സിലായി? ബിഗ് ബോസിലുള്ള അപ്പോൾ അത്ര റേറ്റിംഗ് ഉള്ളൊരു ടൈമായിരുന്നു. ആ റേറ്റിംഗ് എന്തുകൊണ്ടാണ് വരുന്നത്? ഈ ജനങ്ങൾ മൊത്തം ഇരുന്ന് കാണുന്നുണ്ടല്ലേ. അപ്പോൾ അതിനുണ്ടാക്കണമെങ്കിൽ അതിനൊരു സാധനം വേണം. ആ കണ്ടന്റ് എന്താ കൊടുക്കേണ്ടത് നമുക്ക് വ്യക്തമായിട്ടറിയാം. മനസ്സിലായി? അവിടെ നമ്മൾ ഒരാളെയും ഈ പറഞ്ഞതുപോലെ മാനസികമായി ആരെയും ഞാൻ ഹേർട്ട് ചെയ്യിപ്പിച്ചില്ല. കാരണം അവിടെ വരുന്നവർ അത്രയും ബോൾഡായിട്ടുള്ള ആൾക്കാരാണ് അവിടെ കണ്ടസ്റ്റൻസ് ആയിട്ട് വരുന്നത്. അത്രയും. പക്ഷേ ഇതിൻ്റെ കമൻ്റ് എന്ന് പറയുന്നത്, ഇപ്പം ഫിറോസ് പറഞ്ഞത് ബിഗ് ബോസിലെ ക്യാരക്ടർ അല്ലേ, അത് ഗെയിം ഷോ ആയതൊരു ഗെയിമായിട്ട്. അപ്പോൾ അവർ ഈ ചിലർ മനസ്സിലാക്കിയിരിക്കുന്നത്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, സിനിമയിൽ ഒരാളെ കുത്തിക്കൊല്ലുകയാണെങ്കിൽ അത് ഒറിജിനലാണോ? ഇപ്പോൾ ഓക്കെ, ഇപ്പം ഒരു പ്രോഗ്രാമിൽ വില്ലനായിട്ട് കാണുന്ന എത്രയോ പേരുണ്ട്. ഇപ്പോൾ ബാബു ആൻ്റണി, ഞാൻ ഉദാഹരണം പറയണം, ഒരു ഭയങ്കര വില്ലനാണ്, റേപ്പ് ചെയ്തിട്ടുണ്ടല്ലോ. പുള്ളി ഒറിജിനൽ ലൈഫിൽ അങ്ങനെയാണ്. എന്ത് നല്ല മനുഷ്യനായിരിക്കും പുള്ളി. അതിനൊക്കെ എത്ര ആർട്ടിസ്റ്റുണ്ട്. നമുക്ക് ഒരു പ്ലാറ്റ്ഫോമിൽ ഒരാൾ എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ച് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായി? അതിന് പിന്നെ അത് മാത്രമല്ല, ഈ പറയുന്ന വ്യക്തി ആണോ പെണ്ണോ വാട്ടവർ മേ ബി, ഒരിക്കലും ഒരു ഫാമിലിയെ അപ്പോൾ അവർ ഒരു പക്ഷേ വീട്ടിൽ അടുക്കളയിൽ ഇരിക്കുന്നതായിരിക്കും അവർ. ഞാൻ എൻ്റെ വൈഫിൻ്റെ ആഗ്രഹപ്രകാരം അവളെ എന്നോടൊപ്പം ഒരു ഷോയിൽ കൊണ്ടുപോയി, അതിനേക്കാൾ വലുത് അത്രയും അവളെ കൂടെ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരാളാണ്. ഈ ഒരു ക്യാരക്ടർ ദേശീയക്കാരനും അങ്ങനെ യഥാർത്ഥമാണ്. അങ്ങനത്തെ ഒരു യഥാർത്ഥ ക്യാരക്ടറുള്ള വ്യക്തി ഒരിക്കലും ഒരു വൈഫിനെ മൂലയിലിട്ട് അടയ്ക്കത്തതേ ഉള്ളൂ. സഞ്ചരിക്കുന്ന വഴിയിൽ ഞാൻ സഞ്ചരിക്കുന്ന വഴികളിലെല്ലാം സജിനയും ഉണ്ട്. അത് ഇത്തരം ഒരു ക്യാരക്ടറുള്ള ആൾ എങ്ങനെ കൊണ്ടുപോകും? അവർ വരുമോ? അല്ലെങ്കിൽ ഇയാൾ ഭയങ്കര ദുഷ്ടൻ, എപ്പോഴും മഴക്കാം, എൻ്റെ കൂടെ വരാൻ ആഗ്രഹിക്കില്ല. ഇല്ല മൂലയിലെ പിന്നെ മക്കളെ നോക്കി പാചകം ചെയ്തിരിക്കത്തില്ല. ഈ കമൻ്റ് എഴുതിയിരിക്കുന്ന സ്ത്രീയുടെ വീട്ടിൽ അങ്ങനെ തന്നെ ആയിരിക്കും. അവർ റിഗ്രറ്റ് ചെയ്ത് ഈ കാര്യങ്ങൾ മൊത്തം കൊണ്ട് തീർക്കുന്നത് ഈ കമൻറ്റിൽ കൂടിയാണ്. മനസ്സിലായി? അവർ വീട്ടിൽ തന്നെ അതുകൊണ്ട് പാചകമൊക്കെ ചെയ്ത് ഭർത്താവ്, എനിക്ക് വന്ന് അവരുടെ ഭർത്താവ് നല്ല കുടിച്ചിട്ട് വന്നെടുത്തിട്ട് അടിക്കുന്ന ഒരു ആ എഴുത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അതാണ്. ഭയങ്കര ബ്രൂട്ടലായിട്ട് പെരുമാറുന്ന ഒരു ഹസ്ബൻഡിൻ്റെ വൈഫായിരിക്കും അത്. അപ്പോൾ അത് അവർക്ക് കൊടുക്കാനുള്ള മറുപടി അത്രേ ഉള്ളൂ. ഇക്ക നമുക്കൊരു വീഡിയോയും കൂടെ കണ്ടാലോ? പിന്നെന്ത്. ഇപ്പം ഫിറോസ് കൂടുള്ളപ്പം സജിന കാര്യങ്ങൾ പറഞ്ഞ് ഹാപ്പി ആയിരുന്നു. പോയി കഴിഞ്ഞപ്പോൾ ഒരുപാട് ഇൻസിഡൻറ്റ് എൻ്റെ ലൈഫിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ശരിക്കും നല്ലൊരു ഭാര്യയായിരുന്നു ഫിറോസിൻ്റെ മുന്നിൽ സജിന. അതായത് ഇപ്പം നമ്മൾ കാണുമ്പോൾ എത്ര പ്രായമാണെങ്കിലും, അത്ര വലിയ പ്രായമുണ്ടോ? ഇല്ല, മേക്കപ്പാണ്, എല്ലാം ഒന്നുമില്ല. അപ്പം പ്രായം ഉണ്ടെങ്കിലും ശരിക്കും ഒരു ലൈഫിലോട്ട് വരുമ്പോൾ ഈ തമാശ കളിയാണോ സജിന? ഞാനിങ്ങനെ തന്നെയാണ്. അതാണ് ഫിറോസൊക്കെ. പക്ഷെ ഫിറോസൊക്കെ പറയാറുണ്ട്, നമ്മളെടുത്തപ്പോൾ തീരുമാനങ്ങൾ എടുത്തപ്പോഴും നമ്മളെടുത്ത തീരുമാനത്തിലായാലും ഫിറോസൊക്കെ എപ്പോഴും പറയുന്നത് നിൻ്റെ കുട്ടികളും എല്ലാം മാറ്റണം, ലൈഫിൽ കുറച്ച് സ്ട്രോങ് ആവണം എന്നൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. ഞാൻ കരിയറിൽ ഇക്കടുത്ത് പറയാറുണ്ട്, കരിയറിൽ ഫോക്കസ് ചെയ്യണം. ഇങ്ങനെയുള്ള കുറേ അണ്ടർസ്റ്റാൻഡിങ് എടുത്തിട്ടാണ് ഞങ്ങൾ പിരിയുന്നത്. ശരിക്കും ഫിറോസിന് നല്ലൊരു ഭാര്യയായിരുന്നു സജിന. തീർച്ചയായിട്ടും അവൾ 100% പെർഫെക്റ്റാണ്. ഞങ്ങൾ പിരിയില്ലല്ലോ. പക്ഷേ അവൾ നല്ല ഭാര്യ തന്നെയാണ്. നല്ല ഒരു, അതുകൊണ്ടല്ലേ 10 വർഷം ഒന്നിച്ച് പോകാൻ കഴിഞ്ഞത്. അവളെ അങ്ങനെ കുറ്റം പറയുന്ന രീതിയിൽ അവളൊന്നും അങ്ങനെ ഒരു സംഭവം ഇല്ല.
ഈ പറഞ്ഞതുപോലെ ഞാൻ അവളെ എപ്പോഴും ഉപദേശിക്കുന്ന ഈ കാര്യം കുട്ടിക്കളികൾ മാറ്റണമെന്നല്ല, കുറച്ച് കുട്ടിക്കളിയൊക്കെ ഉണ്ടെങ്കിലാണ് അതൊരു രസം ലൈഫിൽ, അതൊരു രസം തന്നെയാണ്. അല്ലാതെ സീരിയസ് ആയിട്ട് പോകാൻ എനിക്കും ആഗ്രഹമില്ല. ഞാനും എപ്പോഴും സീരിയസോ, അല്ലെങ്കിൽ ഞാനും അങ്ങനെ വലിയ സീരിയസിൻ്റെ ആളൊന്നുമല്ല. തമാശകളും ഡാൻസ് ചെയ്യലും ഒക്കെ ഇതൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞത് കുട്ടിത്തം എന്ന് പറഞ്ഞാൽ ചില ഗൗരവമായ കാര്യങ്ങൾ അങ്ങനെ തന്നെ നമ്മൾ സമീപിക്കണം. എല്ലാത്തിനും നമ്മൾ കുട്ടിത്തം കാണിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അത് കുറച്ച് പക്വമായിട്ട് നമ്മൾ പെരുമാറാൻ പഠിക്കണം. പ്രത്യേകിച്ച് ഈ സമൂഹം എന്നുള്ളത് അത്രമേൽ ഡേഞ്ചറാണ്. മനസ്സിലായോ? നമ്മൾ നല്ലതായിട്ട് ഒരാളെ നോക്കിയാൽ പോലും അവരങ്ങനെ കാണണമെന്നില്ല. മനസ്സിലായോ? അപ്പോൾ അത്രമേൽ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ലോകമാണിത്. സോ അത് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു കൊടുക്കും. അവിടെ നീ കുട്ടിത്തമായിട്ട് നിൽക്കരുത്. ഇപ്പോൾ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സാഹചര്യം എന്തുമായിരിക്കും? സോമന് ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. എന്നാലും അല്ല, ഇപ്പം തന്നെ എന്താണ് കുറേയേറെ സാഹചര്യങ്ങൾ കുട്ടി കളികളായിട്ട് ഇപ്പം തന്നെ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഓടിച്ചെന്ന്, ഇപ്പം ഇത്രമേൽ നമുക്കറിയാവുന്ന ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഓടിച്ചെന്നിട്ട് നമുക്ക് ഷേക്കാൻ്റെ അടുത്ത് സംസാരിക്കാം, വേണമെങ്കിൽ അവൻ്റെ തോൾ കൈയിടാം ഒക്കെ. അതെന്ന് പറയുന്ന ആ ഫ്രണ്ട് നമുക്കൊരു ട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ്. അത് ചിലപ്പോൾ നമ്മൾ പലതവണ കണ്ട് ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് കാണുന്നില്ല. പക്ഷേ സജനെ സംബന്ധിച്ചിപ്പം ഇന്നിപ്പോൾ കണ്ട ഒരാളാണെങ്കിൽ ഓടിച്ചെന്ന് നിന്ന് കൈ കൊടുക്കും. അവൻ പക്ഷേ അങ്ങനെ കാണണമെന്നില്ല തിരിച്ച്. സജന എന്ന് പറയുന്ന വ്യക്തി ഒരു തുറന്ന പുസ്തകമാണ്. അപ്പോൾ അത് പക്ഷേ ഈ എല്ലാവരുടെ നമ്മൾ ഒരിക്കലും തുറന്ന പുസ്തകമാകാൻ പാടില്ല. തികച്ചും നമുക്ക് തുറന്ന പുസ്തകമാകാവുന്ന ഒരേ ഒരു സ്ഥലം നമ്മുടെ ഫാമിലിക്കുള്ളിൽ ആണ്. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിന് തുറന്ന പുസ്തകമാകാം പൂർണ്ണമായും. ആ തുറന്ന പുസ്തകമാകുന്നിടത്താണ് അവരുടെ കുടുംബജീവിതത്തിന് സക്സസ് ആവുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ബാക്കിയുള്ളവരടുത്ത് നമ്മൾ ഒരിക്കലും തുറന്ന പുസ്തകമാകാനേ പാടില്ല. നമ്മളെപ്പോഴും കൗതുകമുള്ളൊരു പുസ്തകമായിരിക്കും. പൂർണ്ണമായി വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൗതുകം പോയി. പൂർണ്ണമായി വായിക്കാൻ കൊടുക്കരുത്. കൊടുത്താൽ തീർന്നു. നമ്മളവർ ഒരു വിലയില്ലാതെ കാണും. ഇപ്പം ഇക്ക പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് സജിനയുടെ ഇൻ്റർവ്യൂ ഓർമ്മ വന്നപ്പം പറഞ്ഞ ഇക്ക ഇപ്പോൾ പുതുതായിട്ട് ഒരാളെ കണ്ടുപോയാലും സജിനയ്ക്ക് ചങ്ക ആ വ്യക്തി അത് മാറ്റണമെന്നാണ് ഇക്ക പറഞ്ഞത്. അങ്ങനൊരു ഇൻസിഡൻറ്റ് ഇക്ക പോയതിനു ശേഷം സജിനയ്ക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. തീർച്ചയായും ആ വീഡിയോ ഒന്ന് കണ്ടാലോ? ഫിറോസൊക്കെ ഉള്ള സമയത്തൊന്നും എനിക്ക് സത്യമായിട്ട് ഒരു നമ്മൾ ഈ ഫീൽഡ് ഇല്ല, ഒരിക്കലും എൻ്റെ അടുത്ത് ഒരു മിസ്ബിഹേവ് പോലും, ഒരു സംസാരത്തിൽ പോലും ആരും ഒരു നെഗറ്റീവ് സംസാരിച്ചിട്ടില്ല. പക്ഷേ ഈ ഡിവോഴ്സ് ആണെന്ന് പറഞ്ഞ ടൈമിൽ അറിഞ്ഞിട്ട് നമ്മളുടെ കൂടെ ബ്രദറിന് തുല്യമായിട്ട് നിൽക്കുന്ന ഫാമിലീസ് ഉണ്ടല്ലോ. എനിക്കൊരു ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ട് ഇങ്ങനൊരു സംഭവം. ദുബായിലെത്തിയിട്ട് ദുബായ് ഷോയ്ക്ക് ഞാൻ എത്തിയതാണ്. അപ്പം ഇക്കായും പറഞ്ഞു ഞങ്ങളിവിടെ ഉണ്ട്, നമുക്ക് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, നമുക്ക് ആരാന്ന് ഞാൻ പറയുന്നില്ല, വാ നമ്മളുടെ ഷോയുടെ ഇതുണ്ട്, നിങ്ങൾ വരാൻ പറഞ്ഞു. എൻ്റെ അസിസ്റ്റൻറ്റിനെ ഞാൻ വിട്ടു, അവരെ വിളിച്ച് അത് കൊണ്ടുവന്നു. അവരെയല്ല, ഇക്കാനെ കുറച്ച് ഫ്രണ്ട്സുമായിട്ടാണ് വന്നത്. അതായത് നമ്മളെ കൂടെ ഒരു ഫാമിലി ആയിട്ട് എൻ്റെ ബ്രദറിന് തുല്യം വന്നിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കുക എൻ്റെ അടുത്ത് നിന്ന്. അവിടെ നിന്ന് ഓരോരുത്തർ ഫോട്ടോ എടുത്തപ്പോൾ എനിക്ക് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞാൽ പുള്ളി എൻ്റെ ബാക്കിൽ ഫോട്ടോ എടുത്ത്, ഞാൻ സാരിയാണ് എടുത്തിരുന്നത്, അപ്പോൾ വൈഡ് നെക്കാണ്. അപ്പോൾ ഈ കൈ ഇട്ടപ്പം ആദ്യം ഞാൻ ഓർത്തു ഓക്കെ കൈയിട്ട് പോട്ടെ, ഇക്ക അങ്ങനെ ഉദ്ദേശിച്ചല്ല. ഇക്ക പോയതിന് ശേഷം വന്ന അനുഭവമാണ് ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നത്. ഇക്ക കൂടുള്ളപ്പം ഒരുത്തൻ കണ്ണുകൊണ്ട് പോലും നേരെ നോക്കത്തില്ലല്ലേ? തീർച്ചയായും അതിന് ഏറ്റവും വലിയ ഇതിപ്പം സജന എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് മാത്രം അനുഭവിക്കുന്ന കാര്യമല്ല. ഒരാൾ ഡിവോഴ്സ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാകുന്ന മിക്ക സ്ത്രീകൾക്കും 99% സ്ത്രീകൾക്കും ഉണ്ടാകുന്ന ഒരു ദുരനുഭവമാണിത്. ഒരാൾ ഡിവോഴ്സ് ആവുമെന്ന് പറഞ്ഞാൽ അവർ വേറൊരു കണ്ണിലാണ്. എല്ലാ ആണുങ്ങളെയും ഞാൻ പറയുന്നില്ല, ചില ആണുങ്ങൾ അങ്ങനെ കാണുന്നവരുണ്ട്. ഒരു തരം നരമ്പ് രോഗമാണത്. കാരണം അവർക്കിനി ഡിവോഴ്സ് ആവുന്നത് എന്തോ ഒരു കുഴപ്പം കൊണ്ടാണ്. അവരുടെയൊക്കെ മനസ്സിലെ ധാരണ ഇതാണ്, ഡിവോഴ്സ് ആകുന്നത് ആ സ്ത്രീക്ക് എന്തോ കുഴപ്പം കൊണ്ടാണ്, അല്ലെങ്കിൽ ആ സ്ത്രീ ശരിയല്ല, അല്ലെ ഭർത്താവ് നല്ലപോലെ നോക്കുന്നില്ല. അല്ല, അങ്ങനെ അവർ ചിന്തിക്കില്ല. അവർ ചിന്തിക്കുന്ന ചിന്തകളെന്ന് പറഞ്ഞാൽ ഇതാണ്. ഒരു സ്ത്രീയെക്കുറിച്ച് ഒരു ആണ് ഡിവോഴ്സ് ആകുമ്പോൾ ഇങ്ങനെയൊന്നും ഒരു പെണ്ണ് ചിന്തിക്കാറില്ല. പക്ഷെ നേരെ മറിച്ച് പെണ്ണ് ഡിവോഴ്സ് ആകുമ്പോൾ ആണുങ്ങൾ ചിന്തിക്കുന്ന ചിന്ത ഇതാണ്, അവളെ കയ്യിലെ കുഴപ്പമാണ് പൂർണ്ണമായിട്ട്, അല്ലെങ്കിൽ അവളൊരു വൃത്തികെട്ട ഗേളായതുകൊണ്ടാകാം. മനസ്സിലായി? ഇങ്ങനെയൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെ അതാണല്ലോ ഇവർ ഈ ഒരു രീതിയിൽ പെരുമാറുന്നത്. അതായത് ഡിവോഴ്സ് ഞങ്ങളുണ്ട്, അതൊക്കെ ഭയങ്കര ഇതാണ്. ഈ ഒരു ഡിവോഴ്സ് ആവുന്ന പെണ്ണെടുത്ത് ഈ ഇങ്ങനെയുള്ള നരമ്പ് രോഗികൾ പറയുന്ന കാര്യങ്ങളാണ്. കാരണം ഈ ഡിവോഴ്സ് ആവുന്ന സമയത്ത് എന്തായാലും അവരൊരു ഗ്യാപ്പ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കും, ദുഃഖം ഉണ്ടെന്ന് മനസ്സിലാക്കും. ഈ പൾസിൽ കയറി പിടിക്കും. ഞാൻ നിന്നെ കെയർ ചെയ്തോളാം, ഞാൻ നിന്നെ ടേക്ക് കെയർ ചെയ്യാം, ഞാൻ നിന്നെ അങ്ങനെ ഇതാക്കാം,
പിന്നെ പ്രത്യേകിച്ച് ചില പെണ്ണുങ്ങൾ ഭർത്താവിനെ കുറിച്ച് എന്തെങ്കിലും കുറ്റങ്ങൾ പറയുന്നവരാണെങ്കിൽ ഡിവോഴ്സ് ആകുമ്പോൾ കുറ്റങ്ങൾ പറയുന്ന എല്ലാവരും ഇപ്പം നമ്മളാണ് കാണണമെന്നില്ല. അപ്പോൾ കുറ്റങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ആ കുറ്റങ്ങൾ അയ്യോ അങ്ങനെ ചെയ്തു, അയ്യോ അതങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അതിന് ഞാൻ ഇങ്ങനെ ആയിരിക്കും ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് പരിഹരിക്കും. എന്താണോ അവളുടെ വീക്ക്നെസ് അതിൽ കയറി ഇവന്മാർ പറഞ്ഞിട്ട് ആ സമയത്ത് കുറച്ച് അതിനുള്ള സാന്ത്വനങ്ങൾ കുറച്ച് ചെയ്തു കൊടുക്കും. എന്നിട്ട് ഇവന്മാർ എന്തായിരിക്കും ഇവന്മാരുടെ ഇതൊന്നും മനസ്സിലായല്ലോ, അവന്മാരുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് അവന്മാരങ്ങ് പോകും. പക്ഷെ നിങ്ങളുടെ കാര്യത്തിലേ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ പരസ്പരം കുറ്റം പറയുന്നില്ല. അതിന് ഏത് ചാനലിൽ പോയാലും അതെ സംഭവം ഇക്ക പറഞ്ഞ പോലെ തെറ്റുകൾ സംഭവിക്കാം അല്ലേ? അതെ. ഇപ്പം നിലവിൽ ഫിറോസ് സജിന ഫ്രണ്ട്സ് ആണോ? തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞതുപോലെ ഞാൻ ഇന്നലെയും വിളിച്ചു, മിനിഞ്ഞാന്ന് വിളിച്ചു, ഞങ്ങൾ വിളിക്കുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് വിളിക്കുന്ന കുട്ടികളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആണ് മെയിനായിട്ട് നമ്മൾ വിളിക്കുന്നത്. പിന്നെ രണ്ടുപേർക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും നമ്മൾ പറയുന്നുണ്ട്. അങ്ങനെ പഴയതുപോലെ അങ്ങനെ ഒരുപാട് വിളിയില്ലെങ്കിലും നമ്മുടെ ഇടയ്ക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നും ഇല്ല. എപ്പോഴെങ്കിലും എടുത്ത തീരുമാനം തെറ്റായി പോയെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ലില്ല. നമ്മൾ തീരുമാനം ഒരു ദിവസം കൊണ്ട് എടുത്തതല്ല, അല്ലെങ്കിൽ ഒരു വികാരത്തള്ളലിലെടുത്ത തീരുമാനമല്ല, ഒരു ദേഷിച്ചിരിക്കുന്ന അവസ്ഥയിലോ അല്ലെങ്കിൽ സങ്കടപ്പെട്ടിരിക്കുന്നതിലോ ഒറ്റ ദിവസം കൊണ്ട് എടുത്ത തീരുമാനമല്ല. ഇത് പരസ്പരം പറഞ്ഞ് പല ദിവസങ്ങളായിട്ട് ഗ്രാജുവലി എടുത്ത് ഫൈനൽ അതിലേക്ക് എത്തി എന്നുള്ളതാണ്. ഒറ്റ ദിവസം കൊണ്ട് എടുക്കുന്ന തീരുമാനമൊന്നുമല്ലല്ലോ. അപ്പോൾ നമുക്കത് പിന്നെ തെറ്റായി പോയി എന്ന് വിചാരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മൾ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയപ്പം തന്നെ നമ്മൾ കണ്ടത് നിങ്ങളുടെ വലിയ സ്വപ്നമാണ് വീട്. അതെ. ആ വീടിൻ്റെ പേരിൽ കുറേ പ്രശ്നങ്ങളും കുറേ ലൈവും അല്ലേ, കുറേ ഏറെ നാളുകൾ വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പം നിലവിൽ വീടിൻ്റെ സാഹചര്യം എങ്ങനെയാണ്? വീടിൻ്റെ സാഹചര്യം ഇപ്പം നമ്മൾ അത് വിൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ധാരണയിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ അത് വിൽക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ രണ്ടുപേരുടെയും അധ്വാനത്തിൻ്റെ ഒരു നല്ല തുക അതിനകത്തുണ്ട്. രണ്ടുപേരുടെയും ഒരു പക്ഷേ ഇത്ര നാളത്തെ അധ്വാനത്തിൻ്റെ തുക തന്നെ ഉണ്ട്. അൾട്ടിമേറ്റ് അതാണ് ആ വീട്. അപ്പോൾ അത് വിൽക്കുമ്പോൾ എന്തായാലും കൂടുതൽ ഭാഗം ഞാൻ അദ്ദേഹത്തിനെ കൊടുക്കുള്ളൂ. കാരണം ഒന്ന് അദ്ദേഹം ഒരു സ്ത്രീ ആയതുകൊണ്ടും പിന്നെ അതങ്ങനെ ഞാൻ ചെയ്യുള്ളൂ. അപ്പം എനിക്ക് പൂർണ്ണമായിട്ട് കൊടുക്കാൻ പറ്റുന്നൊരവസ്ഥയായിരുന്നെങ്കിൽ ഞാൻ കൊടുത്തന്നെ. അങ്ങനെ അവസ്ഥയിലല്ല ഞാനും അങ്ങനെ ഫിനാൻഷ്യലി ഒരു സ്റ്റേബിളായിട്ടുള്ള വ്യക്തിയല്ല. അപ്പോൾ എനിക്കും അതിൽ നിന്ന് ഒരു കാരണം ഇത്ര നാളത്തെ എൻ്റെ അധ്വാനമല്ല അതിനകത്താണ്. അപ്പോൾ അതിൽ നിന്ന് എനിക്കൊരു ചെറിയ തുക എടുക്കുക എന്നുള്ളതാണ് എൻ്റെ മനസ്സിലുള്ളത്. എന്തെങ്കിലും ബിസിനസ് പരമായിട്ട് സൈഡിൽ എന്തെങ്കിലും ഒരു പരിപാടി തുടങ്ങാൻ വേണ്ടിയിട്ടും അതും കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് അതൊക്കെ തുടങ്ങുന്നത്. അതെല്ലാം നടക്കട്ടെ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സംഭവം. ഇക്ക അതുപോലെ തന്നെ ശരിക്കും സജിന ഇൻ്റർവ്യൂ തന്നതിന് ശേഷമാണോ ഇക്കയുടെ ഫാമിലിയാണ് ലോകം അറിയാൻ തുടങ്ങിയത്? എല്ലാവരും, ഞങ്ങൾ രണ്ടും ഒഴിച്ച് ബാക്കി എല്ലാവരും നീയാണ് അതിൻ്റെ ഉത്തരവാദി. നീ എൻ്റെ കൂടെ കുറേ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ അതിൻ്റെ അകത്ത് കുത്തിക്കയറ്റി എവിടെ കിടന്ന് ഒരുത്തരെ പിടിച്ച് അതിനകത്ത് കൊണ്ടിട്ട് ക്ലിയർ ചെയ്തു. പക്ഷെ ഇതെല്ലാം ഉണ്ടാക്കിയത് നീ ഒരൊറ്റ ഒരുത്തനാണ്. പക്ഷെ അപ്പോഴും ഇക്കയ്ക്ക് എന്നെ അറിയാം. അതെ, നമ്മൾ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. നിന്നിൽ എവിടെ ഒരു നന്മയുണ്ട്. ഒരു അവതാരകൻ ചോദിക്കും. കാരണം അവരുടെ ഞാൻ പറഞ്ഞതുപോലെ നിന്നെക്കുറിച്ച് ഞാൻ വേറെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. അത് നിൻ്റെ ചോറാണ് അവതരണം എന്ന് പറയുന്നത്. അതിലുപരി നമ്മളൊരു ചാനലിന് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ഞാനും ഒരു അവതാരകനായിട്ട് തന്നെ വന്ന ആളാണ്. അപ്പോൾ ഇപ്പോഴും ഞാൻ പ്രോഗ്രാം ആങ്കർ ആവുന്നുണ്ട്. ഒക്കെ ഇതൊക്കെ നമ്മുടെ ഫീൽഡാണ്. അപ്പോൾ നീ 100% ഡെഡിക്കേറ്റഡ് ആണ് ആ കാര്യത്തിൽ. സോ ഇത് വരുന്ന വ്യക്തികളും മനസ്സിലാക്കണം ഇത് പറയണോ വേണ്ട എന്നുള്ളത് അവരുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഇത് അപ്പം അതിലെനിക്ക് നിൻ്റെ ഒരു ഇതായിട്ട് തോന്നിയത് എനിക്ക് എന്താണ് ദേഷ്യമൊന്നല്ല വന്ന കാര്യം എന്ന് പറഞ്ഞാൽ സജിന വളരെ ബോൾഡായിട്ടിരിക്കുന്ന അവൾ കരയുന്നില്ല എങ്കിലും നീ കരയിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. എന്തോ ഒരു കരച്ചിൽ വരുന്നു. അപ്പോഴും അവൾ ചിരിച്ചോണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ വേറെ എവിടെ ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്തു. പിന്നെ അങ്ങനെ ഒന്നുണ്ട്. പക്ഷെ അത് നിൻ്റെ കുറ്റമെന്നല്ല ഞാൻ വീണ്ടും പറയുന്നത്. അത് അങ്ങനെയാണ്. അപ്പോൾ ആ വരുന്നവരാണ് തീരുമാനിക്കേണ്ടത്. നിന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്നവരാണ് തീരുമാനിക്കേണ്ടത് എങ്ങനെ അതിൻ്റെ ഓവർകം ചെയ്യാന്നുള്ളത്. പക്ഷേ ഇക്കയ്ക്ക് തന്നെ ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ അറിയാം സജിനയുടെ ഇൻ്റർവ്യൂവിൽ ഇക്കയുടെ ഇൻ്റർവ്യൂവിൽ ഞാൻ നിങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ നോക്കിയിട്ടില്ല. അത് അങ്ങനെ ഉണ്ടാവില്ല. അത് വ്യക്തമായിട്ട് അറിയാം. ഇപ്പം ഇക്കയോടാണെങ്കിൽ പോലും ഞാൻ ചോദിക്കുന്നത് എന്താണ് കാര്യം. തീർച്ചയായും ഞാൻ പറഞ്ഞത് ഒരു പരിധി കഴിഞ്ഞൊന്നും നീ പോയിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇങ്ങനെ 1-2 കാര്യങ്ങൾ അതിലുണ്ടായിരുന്നത് ഞാൻ നോട്ട് ചെയ്തു എന്നുള്ളതാണ്. ഒരു പക്ഷേ ഞാനത് ഓർത്ത് വെക്കാൻ പോലും കാര്യം അത് നിന്റെ വിജയമായിരിക്കും. ഒരു പക്ഷേ ഇത് ഞാൻ ഓർത്ത് വെക്കണമെങ്കിൽ അതെ അത് പറയുകയും ചെയ്തു. എനിക്കും അങ്ങനെയുള്ളവരെ ഇഷ്ടം. എന്തെങ്കിലും തുറന്നു പറയുക, അതവിടെ കഴിയും. അത്രേ ഉള്ളൂ. ബിഗ് ബോസിൽ നിന്ന് അല്ല അത് കഴിഞ്ഞുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. അല്ലെങ്കിൽ നിന്റെ അടുത്ത് എനിക്ക് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ വരില്ല. എന്തായാലും വരില്ല ഉറപ്പായിട്ടും. എനിക്ക് അങ്ങനെ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ തീർച്ചയായിട്ടും നീ വിളിച്ചപ്പോൾ വന്നല്ലോ. ബിഗ് ബോസിൽ കണ്ടൊരു ഫിറോസ് ഉണ്ട്, ഒരു ചൊറിയൻ ഫിറോസ്. ശരിക്കും മലയാളികളുടെ മുന്നിൽ അല്ലെ റിയൽ ലൈഫിൽ ഫിറോസ് ഒരു ചൊറിയനാണോ?
ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത്രയും നേരം ഞാൻ ഇവിടെ ഇരുന്നിട്ട് നിന്നെ എന്തെങ്കിലും ചൊറിഞ്ഞോ? എൻ്റെ ചോദ്യം അതാണ്. ഇത്രയും നേരം നീ എൻ്റെ അടുത്ത് ചൊറിയുന്ന രീതി ചോദിച്ചിട്ട് പോലും ഞാൻ നിന്നെ ചൊറിഞ്ഞിട്ടില്ല. മനസ്സിലായി? കാരണം നമുക്കറിയാം ഒരു വേദിയിൽ വരുമ്പോൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്. പക്ഷെ നീ അത് പലപ്പോഴും ലംഘിക്കുന്നുണ്ട്. അല്ല ഞാൻ ലംഘിക്കുമല്ല. അല്ലല്ല, ഞാൻ അത് പറയാൻ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസ് ചൊറിയനായിരുന്നു. അതെല്ലാം മലയാളികൾക്കും അറിയാം. അതെങ്ങനെ ചൊറിയനാണെന്നുള്ളത് നീ എന്തിൻ്റെ അർത്ഥത്തിലാണ് ചൊറിയൻ? ഞാൻ ഉത്തരം തരാം. പറയൂ. ബിഗ് ബോസിൽ ഫിറോസ് എന്ന് പറയുന്നത് ഒരുത്തൻ വെറുതെ ഇരുന്നാൽ പോലും അവനെ കയറി അങ്ങ് ചൊറിയും. അത് കണ്ടന്റായിട്ട് പുറത്തു വന്നു. ഒരു പ്രേക്ഷകർ എന്ന നിലയിൽ കണ്ടന്റായിട്ട് പുറത്തു വന്നോ ഇല്ലയോ നമുക്കറിയണ്ട. നമ്മളെന്ന് പറയുന്നത് ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി ഒരു ചൊറിയനാണോ അല്ലയോ റിയൽ ലൈഫിലാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെയാണ്. അത് ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിൽ എന്താ വേണ്ടത് അതിന് ആവശ്യമായ സാധനം ഞാൻ കൊടുത്തു. ഇവിടെ വന്നിട്ട് ഇത്ര നേരമായിട്ട് നിന്റെ അടുത്ത് ചൊറിഞ്ഞോ എന്തെങ്കിലും എന്നോട് ചൊറിഞ്ഞില്ല. പക്ഷെ ഞാൻ ഇപ്പം പറഞ്ഞു, ബിഗ് ബോസ് പോലുള്ള പ്ലാറ്റ്ഫോം ഗെയിം ഷോ ആണെങ്കിൽ പോലും നമ്മുടെ വ്യക്തിത്വം യഥാർത്ഥത്തിൽ ഇറങ്ങുന്ന ഒരു സാധനമാണ്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഫിറോസ് ചൊറിഞ്ഞിട്ടാണോ അതിനകത്ത്? അവിടെ നീ ആ ബിഗ് ബോസ് പൂർണ്ണമായിട്ട് കണ്ടായിരുന്നെങ്കിൽ ഈ ചോദ്യം വരില്ലായിരുന്നു. ഞാൻ അവിടെ ചെയ്ത ആ പ്ലാറ്റ്ഫോമിനും ആ സാഹചര്യത്തിനും അടിസ്ഥാനമായ ഓരോ കാര്യങ്ങളാണ് അവിടെ ചെയ്തത്. തമാശ കൊടുത്തിട്ടുണ്ട്. അല്ല, എല്ലാം കൊടുത്തിട്ടുണ്ട്. ആ പ്ലാറ്റ്ഫോമിന് എന്താണോ ആവശ്യം ആ സാധനങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ പോലും ഇപ്പോഴും നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു അങ്ങനത്തെ നീ പറഞ്ഞ അവസ്ഥയിലുള്ള ഒരു വ്യക്തിയായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ബിഗ് ബോസിലെ എല്ലാ കണ്ടസ്റ്റൻസുമായിട്ട് പുറത്ത് ഏറ്റവും കൂടുതൽ സൗഹൃദം സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. തിരിച്ചവരും ഈ നമുക്ക് പറയാൻ പറ്റത്തില്ല. അതെങ്ങനെ നിനക്ക് പറയാൻ പറ്റത്തില്ല? എനിക്ക് പറയാമല്ലോ, നീ പറയണമെന്നില്ലല്ലോ. ഞാൻ അവിടുത്തെ സൗഹൃദം അതെങ്ങനെ പറയാൻ പറ്റത്തില്ലെന്ന് പറയുന്നത്. ഇപ്പോഴും ഈ വിഷയം വന്നപ്പോഴും എനിക്ക് കിടിലം ഫിറോസ് എന്ന് പറഞ്ഞ വ്യക്തി, അതിനകത്ത് ഞാനുമായിട്ട് ഏറ്റവും കൂടുതൽ നീ പറഞ്ഞ വാക്ക് ചൊറിയൊരു വ്യക്തിയാണ്. കിടിലം ഫിറോസ് എന്ന് പറയുന്ന പേര് ഏറ്റവും നല്ല സുഹൃത്ത്. അവൻ ഈ വിഷയത്തിൽ എനിക്കൊരു മെസ്സേജ്, അതായത് വളരെ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മെസ്സേജ് അയക്കുകയും ആശ്വാസ വാക്കുകൾ പറയുകയും ചെയ്ത ഒരാളാണ്. ഡിംപിൾ ബാൽ മെസ്സേജ് അയച്ച ആളാണ്. അതായത് നമ്മൾ അത്രമേൽ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഇപ്പോഴും. അതെന്തുകൊണ്ടാണ്? മെൻ്റലി ഒരു ബോർഡ് ഉണ്ടായതുകൊണ്ട്. അപ്പം നിന്നെപ്പോലെ ചൊറിയാൻ അത് ചൊറിയതായിട്ട് തോന്നും. മനസ്സിലായി? അല്ല, ഇപ്പോഴും എനിക്ക് മനസ്സിലാകാത്തതേ ഇത്രയും നിനക്ക് ഇതെന്നല്ല ഒന്നും മനസ്സിലാകത്തില്ല. നിനക്ക് ഇതെന്നല്ല ഒരു വകയും മനസ്സിലാകത്തില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുക. അല്ല, അങ്ങനെ മനസ്സിലാകത്തില്ലെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കത്തില്ല. അങ്ങനെ മനസ്സിലാകാത്തത് കൊണ്ടാണ് നീ ഇവിടെ വന്നിരിക്കുന്നത്. മനസ്സിലായി? അതുകൊണ്ടാണ് നീ ഈ ചോദ്യം ചോദിച്ചത്. അല്ല, ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ എനിക്ക് അങ്ങനെയാണെങ്കിൽ പറയാൻ പറ്റുമല്ലോ. ഇന്ന് എന്റെ മുന്നിൽ ഇരിക്കുന്ന ഫിറോസ് നാളെ പുറത്തിറങ്ങുമ്പോൾ ഷോ കളിക്കാൻ ഇറങ്ങുന്നവനാന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ പണ്ടേ ഷോ കളിക്കാനാ. ഞാൻ എൻ്റെ ജീവിതം തന്നെ ഷോ കളിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. മനസ്സിലായി? ഇപ്പൊ പ്രത്യേകിച്ച് നമുക്ക് ഇവിടെ വന്നൊരു ഷോ കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിൻ്റെ മുമ്പിൽ എനിക്ക് വരേണ്ട ആവശ്യമില്ല. ഞാൻ എന്ത് മാന്യമായിട്ട് നീ ചോദിച്ച എത്രയോ ചൊറിയൻ ചോദ്യങ്ങൾക്ക് എത്ര മാന്യമായിട്ട് ഞാൻ ഉത്തരങ്ങൾ തന്നെ. പക്ഷെ നീ വളരെ എന്താണ്, ഒരാൾ വരുമ്പോൾ അയാൾ ഒന്നാമത് നിങ്ങൾ വിളിച്ചിട്ട് വരുന്ന ഒരാളാണ്. അപ്പോൾ ജോലിയാണ്. നിന്റെ ജോലി ഒരാളെ തെറി വിളിക്കുന്നതാണ് നിന്റെ ജോലി. ഞാൻ തെറി വിളിച്ചിട്ടില്ല. എന്റെ ഒരു ഇന്റർവ്യൂ നോക്കിയാൽ ഒരിക്കലും തെറി വിളിക്കുന്നത് മാത്രമല്ല, ഒരാളെ വിളിച്ചിരുത്തിയിട്ട് ചോദിക്കേണ്ട ചോദ്യങ്ങളെ ചോദിക്കാവൂ. ഇല്ലാതെ ഒരു കാര്യമില്ലാതെ ഒരു ഊഹാവ് അവിടെ പറഞ്ഞു പോകുന്നതിനെ വിളിച്ചിരുത്തിയിട്ട് അതാണ് ഒരു നീ അങ്ങനെയാണോ ഒരു ചാനൽ റേറ്റിംഗ് ഉണ്ടാക്കി കൊടുക്കുക? അങ്ങനെയാണെങ്കിൽ ഫിറോസ് ഒരിക്കലും നീ അങ്ങനെ ഒരു ചാനൽ റേറ്റിംഗ് ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല. പറഞ്ഞു മനസ്സിലായി? നീ ഇപ്പൊ എന്റെ അടുത്ത് ചോദിച്ചായിരിക്കട്ടെ, ഇനി മേലെ ഒരുത്തിന്റെ അടുത്ത് ചോദിക്കരുത്. എന്റെ വേറെ സ്വഭാവം നീ കാണേണ്ടത്. എത്ര വേറെ സ്വഭാവമാണേലും ഞാൻ ഇത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇതെനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ അറിയാം. അങ്ങനെ നീ ഒന്ന് കൊണ്ടുപോകും. നീ ഒന്ന് കൊണ്ടുപോകും. അല്ലല്ല, നീ കൊണ്ടുപോകും. നീ എന്നെ അങ്ങനെ കൊണ്ടുപോകുന്ന എനിക്കൊന്ന് കാണണമല്ലേ? നീ ഇത് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ നീ കൊണ്ടുപോകും. നമുക്കൊരു ഒരു കാര്യങ്ങൾ ഓരോ റെസ്പെക്റ്റും കാര്യങ്ങളും ഉണ്ട്. നമ്മൾ ഇന്നൊന്നിനെ തുടങ്ങിയ പരിപാടിയല്ലേ ഇത്, വർഷങ്ങളായി. അപ്പോൾ ഒരാളടുത്ത് ചോദിക്കുമ്പം അവരുടെ മാനസികാവസ്ഥ എങ്ങനെയാണോ ആ രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കും. ചുമ്മാ തോന്നുന്ന പോലെ ആൾക്കാരടുത്ത് വിളിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ നിന്ന അങ്ങനെയാണോ റേറ്റിംഗ് ഉണ്ടാക്കുന്നത്? എനിക്കുണ്ട് ചാനൽ. അല്ലെങ്കിൽ ഒരിക്കലും ഈ ചാനലുകാരൻ നിന്റെ അടുത്ത് പറഞ്ഞ കാണത്തില്ല അങ്ങനെ നിങ്ങൾക്ക് റേറ്റിംഗ് ഉണ്ടാക്കി കൊടുക്കാൻ. എനിക്കറിയാം, ഞാൻ ഈ ചാനൽ വെറൈറ്റി മീഡിയയിൽ നേരത്തെ പ്രോഗ്രാം ചെയ്ത ആളാണ്. ഒരിക്കലും അവർ പറയത്തില്ല റേറ്റിംഗ് ഉണ്ടാക്കി ഇങ്ങനെ ചോദിക്കാൻ വേണ്ടി. നീ വന്നതിന് ശേഷമാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഓരോരുത്തർക്ക് ഇങ്ങനെ ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. തിരിച്ചുത്തരം പറയാൻ അറിയാത്തോണ്ടല്ല. നിന്റെ മുട്ടി എന്തിനാ ഉത്തരം പറയുന്നത്? ആ ഉത്തരം നിനക്ക് മനസ്സിലായതുകൊണ്ടടുത്ത് പറഞ്ഞാൽ മതി. ഒരു ചോദ്യകർത്താവ് എന്ന് പറഞ്ഞാൽ വരുന്ന ആളുടെ എന്ത് ചോദ്യങ്ങൾ ചോദിക്കാം, അയാളുടെ മാനസികാവസ്ഥ എന്താണ്, എന്ത് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും, ഇതൊക്കെ ആദ്യം നീ ഒരു ബോധം ഉണ്ടാവണം. വരുന്നവർക്ക് ഒരു ബോധം ഉണ്ടാവണം. ഞാൻ ചോദിച്ചോട്ടെ? അല്ല, നീ പറഞ്ഞിട്ടിരിക്കല്ല. അല്ല, ഫിറോസിക്കായിരുന്നു ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ ഫിറോസിക്ക പറഞ്ഞു എനിക്ക് മനസ്സിലാവാത്തതാണ്. അങ്ങനെയുള്ളവർ എന്റെ മുന്നിൽ വന്ന് ഇരുന്നാൽ മതിയെന്നേ, എനിക്ക് നിർബന്ധമില്ല. അതുകൊണ്ടല്ലേ ഞാൻ എഴുന്നേറ്റ് പോകുന്നത്. നീ ഒരു ഇത്തിരിയെങ്കിലും മാന്യത ഉണ്ടാകുന്ന വിചാരിച്ചാൽ നീ എന്നെ വിളിക്കുമ്പോൾ അങ്ങനെ ആയിരുന്നില്ലല്ലോ. ഇക്ക അങ്ങനല്ല, ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ വന്നത്. നീ പിന്നെയും ഈ ചൊറിഞ്ഞു. ഞാൻ കുറേയൊക്കെ ഞാൻ ക്ഷമിച്ചു. ഈ ക്ഷമിക്കുന്നതിൻ്റെ ഒരു പരിധി ഉണ്ട് മോനെ. ഈ അവതാരം നീ ശരി അവതാരകനൊക്കെ തന്നെയാണ്, നിനക്ക് കണ്ടന്റ് ഉണ്ടാക്കുക, എല്ലാം ഉണ്ടാക്കുക. പക്ഷേ അത് മറ്റേ ഒരുമാതിരി ചോദ്യങ്ങൾ വെച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ അത് ഒരുമാതിരി എല്ലാവരും അങ്ങനെ ഇരുന്ന് തരണമെന്നില്ല. ഇവിടെ വരുന്ന പലരും അങ്ങനെ ഇരുന്ന് തരുമായിരിക്കും, പക്ഷെ എന്നെ കൊണ്ട് നടക്കത്തില്ല. അങ്ങനെയാണ് എനിക്ക് പറ്റത്തില്ല. ഞാൻ ഓപ്പൺ ആയിട്ട് പറയട്ടെ,
ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി ഇപ്പം ദേഷ്യപ്പെട്ട് ഇറങ്ങി പോകുന്നു. അങ്ങനെയാണ് എനിക്ക് മുന്നോട്ട് തുടരാനും താല്പര്യമില്ല. വെരി ഗുഡ്. എനിക്ക് ഒട്ടും താല്പര്യമില്ല. കാരണം ഇല്ലല്ല, താല്പര്യമില്ല. എനിക്ക് നിന്റെ കൂടെ തുടരാൻ ഒരു താല്പര്യമില്ല. എനിക്കിത് ഇവിടുന്ന് ഇറക്കി വിട്ടാൽ എനിക്ക് ജീവിക്കാൻ അറിയാം. അങ്ങനെ പോയി ജീവിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. മിക്കവാറും നിന്നെ ഇവിടുന്ന് ഇറക്കി വിടും. നീ പോയി അങ്ങനെ ജീവിക്കുന്ന തന്നെ ഏറ്റവും നീ ഇതെടുത്ത് കളയാൻ നിൽക്കരുത്. അതിനെ പിന്നെ നീ കാശ് കൊടുത്തിട്ട് വരും കേട്ടോ. ഇതൊക്കെയാണ് നമ്മളൊരു പ്രാങ്ക് ഷോ എന്ന് പറയുന്നത് കേട്ടോ. കേട്ടോ, ഇത് ഞങ്ങള് നിന്റെ ഡയറക്ടർ അവരുമായിട്ടൊക്കെ ഞങ്ങള് പ്ലാൻ ചെയ്തിട്ട് എൻ്റെ ഇടയിൽ കൂടെ ഒരു പ്രാങ്ക്. കാരണം എല്ലാവർക്കും സീരിയസ് ഇന്റർവ്യൂ ആയിട്ട് പോയിട്ട് കാര്യമില്ലല്ലേ. സോറി കേട്ടോ. നിങ്ങളുടെ ഡേഞ്ചർ ഫിറോസ് എന്നുള്ള സാധനം കണ്ടിട്ടുണ്ട്. അപ്പോഴും ഞാൻ വിചാരിച്ചേ പുള്ളി അതൊക്കെ വിട്ടു. ഓ എൻ്റെ ലൈഫ്. അല്ല, ആക്ച്വലി ഞാനതൊക്കെ വിട്ടു സംഭവം. പക്ഷേ ഡേഞ്ചറസ് ബോയ്സിൻ്റെ ടൈം കഴിഞ്ഞു. ഇപ്പം നമ്മളിവിടെ നല്ലൊരു നെഞ്ചിടി ഉണ്ട് കേട്ടോ. അല്ല, ഞാൻ ആക്ച്വലി നമ്മുടെ ഇതിൻ്റെ ഡയറക്ടറും ബാക്കിയുള്ളവരൊക്കെ നമ്മളോട്ട് അത് പരിചയമുള്ളവരാണ്. വെറൈറ്റി മീഡിയയിൽ നമ്മൾ നേരത്തെ പ്രോഗ്രാം ചെയ്തിട്ടുള്ള നമ്മുടെ നാട്ടുകാരാണിത്. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞ് നമുക്ക് എല്ലാം സീരിയസ് ആയിട്ട് പോകാൻ പാടില്ലല്ലോ, ഇടയ്ക്ക് ഒരു ചെറിയൊരു പ്രാങ്ക് ഷോ വന്നു. അപ്പോൾ ഞാൻ ആദ്യം സമ്മതിച്ചില്ല. രണ്ടാമത് പറഞ്ഞപ്പോൾ ശരി എന്നാൽ പിന്നെ നമുക്കൊന്നും നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത്. നിന്നെ എന്തെങ്കിലും ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് എനിക്ക് പറയാനുള്ള ഒറ്റ ഉത്തരം ഉണ്ടല്ലോ, ഇതാണ് ഡേഞ്ചർ ഫിറോസ്. ഓ എൻ്റെ മോനെ. ഇക്ക നല്ലൊരു സമ്മാനം തന്നെ. ഇത്രയും എൻ്റെ ഇൻ്റർവ്യൂ എക്സ്പീരിയൻസിൽ ഇത്രയും ഞാൻ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങോട്ട് കിട്ടുന്നത് ആദ്യമായിട്ടാണ്. എനിക്ക് ഓർമ്മ വന്നത് ഇപ്പം എന്നോട് ഈ ദേഷ്യപ്പെട്ട പോലെ ഒരു പഴയ ഞങ്ങളെയൊക്കെ ഞെട്ടിച്ചൊരു ഡേഞ്ചർ ഫിറോസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഇൻട്രോ ആ കാര്യം ഞങ്ങളൊന്ന് കാണിച്ചു തരാം. അതൊന്നുമില്ല. അന്ന് അതിൻ്റെ എഡിറ്റിങ്ങിലൊക്കെ ഇരിക്കുന്നത് ഞാൻ തന്നെയായിരുന്നു. അതിൻ്റെ എവറിത്തിങ് എല്ലാം നമ്മളതിൻ്റെ സ്ക്രിപ്റ്റ് കഥ ഉണ്ടാക്കുന്നത്, ഐഡിയാസ് ഉണ്ടാക്കുന്നത് എല്ലാം നമ്മൾ തന്നെയാണ്. ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും നമ്മളായിരുന്നു. സോ അന്നേരം ഞാൻ ഈ എഡിറ്റിംഗ് ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ക്രൈസ്, ഓരോരോ പുതിയ ഐഡിയ കാര്യങ്ങളൊക്കെ വരും. അപ്പം എല്ലാവരും ഈ അഡ്രസ്സ് ലാസ്റ്റ് ഇതിൻ്റെ നമ്മുടെ അന്ന് മൊബൈൽ ഫോണോ അങ്ങനെയുള്ള സംഭവമല്ല, നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് അഡ്രസ്സ് എഴുതിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഇതിലേക്ക് അയച്ചു തരിക. പേഷ്യൻറ്റ് പുള്ളിയർക്ക് വേണം ഇന്നതൊക്കെ പ്രത്യേകമാണ് എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ ഇതിനെ ഞാൻ ചുമ്മാ ഇങ്ങനെ എഴുതി കാണിക്കും. അപ്പോൾ അതിനൊരു സ്റ്റൈലോടാണ് ഞാൻ പറഞ്ഞു ഇങ്ങനെ ചുമ്മാ അങ്ങ് ഫ്രീസ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടുന്ന് ഇങ്ങനെ എഴുതി വരും. ചുമ്മാ ഇങ്ങനെ എന്താ ഒരു സ്റ്റൈൽ, ഒരു മ്യൂസിക് ഇങ്ങനെ വെക്കും. അപ്പോൾ അത്രയും നേരം ആ സ്പേസിൽ ഞാനും ഉണ്ടാവും, എഴുത്തുണ്ടാവും. ശരിക്കും ആ സമയത്ത് ഇറക്കിയത് ഇപ്പോഴത്തെ പിള്ളേർ ഇപ്പൊ ഇറക്കി വരുന്നതേ ഉള്ളൂ. അതെ ഇക്കൊക്കെ അന്നേ വിട്ട കേസാണല്ലേ. അതെ, പിന്നെ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണല്ലോ ഇപ്പം, പഴയ പോലെ അല്ല. അന്നെന്ന് പറഞ്ഞാൽ ഈ ചാനലുകൾസ് കുറവാണ്. അതിൽ മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. നമ്മുടെ എന്തെങ്കിലും നമ്മുടെ കയ്യിലൊരു ഐഡിയ ഉണ്ടെങ്കിലും കഴിവുണ്ടെങ്കിലും വലിയ പാടാണ് അതിനെ ഒരു വേദിയിൽ ചെന്ന് അവതരിപ്പിക്കാൻ. അങ്ങനെയല്ല, എല്ലാവർക്കും സ്വന്തമായിട്ട് യൂട്യൂബ് ഉണ്ട്, ഇൻസ്റ്റ ഉണ്ട്. കഴിവുള്ളവന് ഇതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഇപ്പോഴുണ്ട്. അത് വലിയൊരു കാര്യമാണ്. ശരിക്കും അന്ന് എനിക്ക് അത്രയും പ്ലാറ്റ്ഫോംസ് ഉണ്ടെങ്കിൽ ഇതല്ല, ഇതിനപ്പുറം കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്യാമായിരുന്നു. ഡെഫിനറ്റ്ലി ഞാൻ ചെയ്തേനെ. അല്ലെങ്കിൽ അന്നത്തെ ഓരോ വീഡിയോ നമ്മൾ കാണുമ്പോൾ അതൊക്കെ ഇപ്പൊ കാലഘട്ടത്തിൽ അന്ന് വിട്ട കേസ് ഇപ്പൊ ആൾക്കാർ ചെയ്യുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു ഐഡിയ അന്ന് വന്നത് എങ്ങനെയായിരുന്നു? ഒരു 10-15 വർഷമായ ഒരു കാര്യമാണ്. ആക്ച്വലി പ്രാങ്ക് ഷോസ് നേരത്തെ ഉള്ളൊരു സാധനമാണ് പ്രാങ്ക്. അന്ന് എൻ്റെ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാങ്ക് ഷോ എന്ന് പറഞ്ഞാൽ അത് MTVയിൽ സൈറസ് ആണെന്ന് തോന്നുന്നു, ഒരു പ്രാങ്ക് ഷോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് എന്നെ ഇൻസ്പയർ ചെയ്ത പ്രാങ്ക് ഷോ ആണ്. പക്ഷേ അപ്പോൾ പോലും ആ ബേസ് മാത്രമേ നമ്മൾ എടുത്തുള്ളൂ. എന്നിട്ട് എൻ്റെ ഐഡിയയിൽ അതിനെങ്ങനെ ചെയ്യാമെന്ന് നമ്മളതിനെ വേറൊരു പാറ്റേണിലാക്കി കുറച്ച് കളർഫുള്ളാക്കി ഒരു അരമണിക്കൂറിനകത്ത് തന്നെ 4 കണ്ടന്റ് കൊണ്ടുവന്ന് ഡിഫറൻറ്റ് ടൈപ്പ്. ഇപ്പം ഇതിപ്പോൾ നിന്നെ കാണിച്ചത് ഒരു കണ്ടന്റ്, അത് ഇപ്പോൾ ഇതേപോലെ ഇതേപോലെ വെറൈറ്റി ആയിട്ട് 4 സംഭവങ്ങൾ. ഇങ്ങനെ വെറൈറ്റി ഒന്നും ആരുടെ മുന്നേ ഇറക്കല്ലേ.